എന്നെ തുടരുത് എന്നൊരു സ്ത്രീ പറയണമെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ഹെർ, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഇതാണ് നമ്മുടെ ബുക്ക് സംസാരിക്കുന്നത്. എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങൾ ഇനിയും ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി അല്ല, എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇത് നേരിടുന്നത്. ഫസ്റ്റ് പോയിന്റ്, നമ്മളെല്ലാവരും ഇങ്ങനത്തെ പ്രോബ്ലംസ് നേരിടുന്നുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ആൻ ഇൻഡിവിജ്വൽ പ്രോബ്ലം. മിക്ക ഈ പ്രോബ്ലമിന്റെ തുടക്കം എന്ന് വെച്ചാൽ, ഈ പ്രോബ്ലം എന്ന് നമ്മൾ പറയുകയാണെങ്കിലും പെരിമെനോപോസ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് ലൈഫ് ദാറ്റ് എവറി വുമൺ ഇസ് ഗോയിങ് ടു ഗോ ത്രൂ. ഇഫ് ഷി ഹാസ് എ യൂട്രസ് ആൻഡ് ഹാസ് എ ഫങ്ഷണൽ ബയോകെമിസ്ട്രി ഓഫ് എ വുമൺ, ഷീ ഈസ് ഗോയിങ് ടു ഗോ ത്രൂ ദിസ്. അപ്പൊ ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ ഇത് അസുഖങ്ങളല്ല, ഇത് മൈനർ ഇംബാലൻസസ് ആണ്. ആ ഇംബാലൻസസിനെ കറക്റ്റ് ചെയ്ത്, എസ്പെഷ്യലി ത്രൂ ഫങ്ഷണൽ മെഡിസിൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു പ്രോബ്ലവും ഒരു സ്ത്രീ നിർബന്ധമായിട്ട് കടന്നു പോകണം എന്നല്ല. ഇപ്പൊ കടന്നു പോകുന്നുണ്ട് സമൂഹത്തിൽ. പക്ഷെ മിക്ക സ്ത്രീകളും വിചാരിക്കുന്നത് ഇത് അവരുടെ ഒറ്റപ്പെട്ട ഒരു പ്രോബ്ലമാണ്, അവരുടെ വ്യക്തിപരമായ ഒരു കുറവായിട്ടാണ് അവർ കാണുന്നത്. ഫസ്റ്റ് തിങ് ഐ വോണ്ട് ആ ഒരു തെറ്റിദ്ധാരണ മാറണം. ഇത് ഒരു സ്ത്രീ അവര് പേഴ്സണലി നേരിടുന്ന അവരുടെ ഒരു കുറവല്ല. എവ്രിബഡി ഈസ് ഗോയിങ് ടു ഗോ ത്രൂ ദിസ് ഹോർമോണൽ റോളർ കോസ്റ്റർ. ഇതൊരു ഫ്ലക്ച്വേഷൻ ഉള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ ലൈഫിൽ. അതിനാണ് ആ കാലഘട്ടത്തിന് ഞാനൊരു പേരിട്ടത്, വിമനസെൻസ്. അങ്ങനെ ഒരു വാക്കില്ല ഇംഗ്ലീഷിൽ. പക്ഷെ വിമനസെൻസ് എന്ന് കോയിൻ ചെയ്തത് അഡോളസെൻസിന്റെ ഒരു സ്റ്റേറ്റ് ആയിട്ട് സിമിലർ ആയതുകൊണ്ടാണ്. ബിക്കോസ് ഇപ്പോൾ പുരുഷന്മാരോട് പറയുകയാണെങ്കിൽ, ഒരു പുരുഷൻ ഇവിടെ നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന് ഇനി എത്ര ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയാലും ഇതൊരിക്കലും എക്സ്പീരിയൻഷ്യലി മനസ്സിലാവില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് പോസിബിൾ, യു ഡോണ്ട് ഹാവ് ദാറ്റ് ബയോളജി. അപ്പോൾ കുറച്ചും കൂടെ റിലേറ്റബിൾ ആക്കാൻ വേണ്ടി ഞാൻ അഡോളസെൻസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കടന്നുപോയൊരു കാലഘട്ടമാണ് ടീനേജ്, കൗമാരപ്രായം. ആ സമയത്ത് നമ്മൾ കുട്ടിയിൽ നിന്നും ഒരു അഡൾട്ടിലേക്ക് ഒരു മാറ്റം ഉണ്ടായത് എത്ര വർഷം കൊണ്ടാണ്? 10 വർഷം മിനിമം. ഫ്രം എൻറ്റയർ ടീനേജ് അതിൽ വന്ന ചേഞ്ചസ് എത്രയാണെന്ന് നമ്മളിപ്പോൾ ചിന്തിച്ച് നോക്കിയാൽ ഒന്ന് ആലോചിക്കുക. ആ സമയത്ത് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്തിരുന്നത്? മൂഡ് സ്വിങ്സ്, ഇറിറ്റബിലിറ്റി, ആരോടും സംസാരിക്കേണ്ട, ആര് പറയുന്നതും കേൾക്കണ്ട, സ്വന്തം മുറിയിൽ അടച്ചു പൂട്ടി ഇരിക്കുക, നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ളവരായിട്ട് മാത്രം ഇടപഴകുക. ഇതൊക്കെയാണ് അഡോളസൻസിൽ നമ്മൾ ചെയ്യുന്നത്. ഇതേ സംഭവം ഒരു സ്ത്രീ, ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ്, ജസ്റ്റ് ലൈക്ക് ഒരു അഡോളസെന്റ് പേഴ്സൺ, അഡോളസെന്റ് ടീനേജർ കടന്നു പോകുന്നത് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസിലാണ്. അവർ പെരുമാറുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇത് തന്നെ ഒരു 40 വയസ്സുള്ള സ്ത്രീ ഇതിലൂടെയൊക്കെ തന്നെ കടന്നു പോകുന്നത്. അതും ഇതിനും ഡിഫിക്കൾട്ടാണ്. ബിക്കോസ് ടീനേജർ ഓർ അഡോളസെന്റ് ഇത് അപ്ഗ്രേഡ് ഓഫ് ഹോർമോൺസ് ആണ്, ലേഡിക്ക് ഇത് ഡൗൺ ഗ്രേഡിങ് ഓഫ് ഹോർമോൺസ് ആണ്. അപ്പോൾ ഒരു ലോസിന്റെ ഫീലിംഗ് ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്, കെയോസ് ഉണ്ട്. പിന്നെ അതിന് മുകളിൽ ഇത് എനിക്ക് മാത്രം സംഭവിക്കുന്ന എന്തോ ആണെന്ന് തോന്നാൻ കാരണം ഇതാരും ഇതിനെപ്പറ്റി മുമ്പ് പറയുന്നുമില്ല, ആർക്കും അറിയൂല. ടീനേജിൽ എല്ലാവരും പറയും അത് കുഴപ്പമില്ല, അത് അവൻ ടീനേജർ ആയതുകൊണ്ട് അല്ലെങ്കിൽ അവൾ ടീനേജർ ആയതുകൊണ്ട് അവരിങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളത് തള്ളിക്കളയും. 40-ൽ സ്ത്രീകൾ ഇതേ മാറ്റങ്ങൾ കാണിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്തോ പറ്റി, എന്തോ കുഴപ്പമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ അയ്യോ ഇതെന്തോ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾവലിയ, സ്ത്രീകൾ ഉൾവലിയ. എന്നിട്ട് അവരുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയുടെ ഉള്ളിൽ മാത്രം ഇത് പൊട്ടിത്തെറിയായി മാറുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. നമുക്കിതിനെപ്പറ്റി ഇൻഫർമേഷനും ഉണ്ടെങ്കിൽ ഇതിൻ്റെ പോംവഴികളും ഉണ്ട്. വളരെ സിമ്പിളാണ്. ചെറിയ ഫങ്ഷണൽ മെഡിസിൻ ബ്ലഡ് ടെസ്റ്റ്, ചെറിയ ഓൾട്ടറേഷൻസ് ഇൻ സപ്ലിമെന്റേഷൻ, ചെറിയ അഡിഷൻസ് ഇൻ ലൈഫ് സ്റ്റൈൽ. 3 മെയിൻ പില്ലേഴ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. വൺ ഇസ് ഫുഡ്, ബേസിക് ഫുഡ് കറക്റ്റ് ആവണം. അത് നമ്മൾ കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്ന പലതും സയന്റിഫിക്കലി നമ്മുടെ ബോഡിക്ക് തെറ്റാണ്. സെക്കൻഡ്, എക്സസൈസ്. ഒരിക്കലും 1 മണിക്കൂർ എല്ലാ ദിവസവും ജിമ്മിൽ പോയി ഹെവി വർക്കൗട്ട് ചെയ്യരുത്. അതൊരു പെരിമെനോപോസൽ സ്ത്രീക്ക് അത് ഒട്ടും അനുയോജ്യമല്ല. അതിനു വേണ്ട കറക്റ്റ് രീതിയിൽ അറിവോട് കൂടിയിട്ട് എക്സസൈസ് ചെയ്യുക. എസ്പെഷ്യലി ലൈക്ക് സിമ്പിൾ തിങ്സ് ലൈക്ക് Zone 2 വാക്കിംഗ്. Zone 2 വാക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഗോ ഫോർ ലോങ് വാക്സ്, മേ ബി ടേക്ക് 1 hour. പക്ഷെ നടക്കാൻ പോകുന്നത് Zone 2. അപ്പോൾ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ പെഡോമീറ്റർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആപ്പിൾ വാച്ചോ എന്തെങ്കിലും ലൂപ്സും ഹൂപ്സും കുറെ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ എനിക്കിത് ഒരു റിംഗ് ആണ്, ദിസ് ഇസ് മൈ അൾട്രാ ഹ്യൂമൻ റിംഗ്. അപ്പോൾ ഇറ്റ് ടെൽസ് മീ വെദർ ഐ എം വാക്കിംഗ് അറ്റ് Zone 2. Zone 2ന്റെ കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് കിതപ്പോടുകൂടെ സംസാരിക്കാൻ പറ്റും പക്ഷെ പാടാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ ആ സ്പീഡിൽ നടക്കുക. എന്നുവെച്ചാൽ നമ്മൾ ബേൺഡ് ഔട്ട് അല്ല, നമുക്ക് 1 മണിക്കൂർ ഇത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഇത്ര ബ്രീതിങ്ങിൽ. അപ്പോൾ അതാണ് ഏറ്റവും നല്ല എക്സസൈസ് ഫോർ എ പെരിമെനോപോസൽ വുമൺ. അതിൻ്റെ കൂടെ കുറച്ച് യോഗ, കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസസ്. ആദ്യം മെനോപ്പസിലേക്കുള്ള താങ്കളുടെ യാത്ര തുടങ്ങി എന്ന് താങ്കൾ തിരിച്ചറിഞ്ഞതിന്റെ സിംറ്റം എന്തായിരുന്നു? ഉറക്കം ഇല്ലായ്മ, ഉറങ്ങാൻ പറ്റുന്നില്ല, ക്ഷീണമുണ്ട്, ഉറങ്ങണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്, എന്നാൽ ഒരു ക്ലാസിക് ഇൻസോംനിയ അല്ല. അതായത്
ഭയങ്കര കെയോട്ടിക് ആണ്. ചിലപ്പോൾ ഒരുപാട് ഉറങ്ങുക, ചില സമയത്ത് ഉറക്കത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഉറങ്ങിക്കൊണ്ടേയിരിക്കാൻ, എണീക്കാൻ തോന്നുന്നില്ല. പിന്നെ ചില സമയത്ത് ഉറങ്ങി 1 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് എണീക്കുക, പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. എത്ര കാലം, ഏത് പ്രായത്തിൽ? സോ ദിസ് സ്റ്റാർട്ടഡ് അറൌണ്ട് I'll say 40-ൽ തുടങ്ങിയെങ്കിലും എനിക്കിത് മനസ്സിലാവുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ പല കോസസും ആലോചിക്കുകയാണ്. നമ്മൾ കുറെ നേരം ഫോണിൽ നോക്കിയിരിക്കുന്നോണ്ടായിരിക്കാം. അപ്പൊ ഫോൺ 1 മണിക്കൂറോ 2 മണിക്കൂറോ മുമ്പ് ബ്ലൂ ലൈറ്റ് കട്ട് ചെയ്താൽ ബെറ്റർ ആവുമെന്ന് കേട്ടിട്ടുണ്ട്. അത് ചെയ്ത് നോക്കുക, എന്നിട്ടും ശരിയാവുന്നില്ല. പിന്നെ നമ്മൾ അങ്ങനത്തെ പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് നോക്കുന്നത്. ഇത് ഉള്ളിലെ ബയോ കെമിസ്ട്രി മാറിയതുകൊണ്ടാണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഉറക്കം കുറയുന്നു അതാണ് ഫസ്റ്റ് എന്നുള്ളതുകൊണ്ട് അതെല്ലാവർക്കും മനസ്സിലാവില്ല. താങ്കൾ ഡോക്ടറെ കാണാൻ പോകും? ഇല്ല, ഞാൻ കാണാനേ പോയില്ല. നമ്മൾ ആരെങ്കിലും പോകും, നമ്മൾ ഇൻസോംനിയ ഡോക്ടർ ഓൺ യൂട്യൂബിന്റെ പോഡ്കാസ്റ്റ് കാണുന്നു. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ബെറ്റർ ആവും. ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്തി ഒരു മോർണിംഗ് ആൻഡ് ഈവനിങ് വാക്ക് ചെയ്താൽ തന്നെ കുറേം കൂടെ ഉറക്കം ബെറ്റർ ആയി. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ പോംവഴികൾ. പക്ഷേ ഇതിന്റെ കൂടെ ഒരു സപ്ലിമെന്റേഷനും കൂടെ ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി മെഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് പോലത്തെ സപ്ലിമെന്റ്സ് കറക്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സ്ലീപ്പ് ബിക്കംസ് ബ്യൂട്ടിഫുൾ ആൻഡ് നോർമൽ. പക്ഷേ ഞാൻ എപ്പോഴും പറയാം, എന്ത് സപ്ലിമെന്റേഷൻ എടുക്കുമ്പോഴും പ്ലീസ് ഡു ഇറ്റ് വിത്ത് ദ അഡ്വൈസ് ഓഫ് എ ഡോക്ടർ. സ്വയം ചെയ്യാതിരിക്കുക. ഇപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളിക്ക് പരിചിതമായ വാക്കല്ല മെനോപോസ്. ഞാൻ സംസാരിക്കുന്നതും മെനോപോസിനെ പറ്റി അല്ല, ഞാൻ സംസാരിക്കുന്നത് പെരിമെനോപോസിനെ പറ്റിയാണ്. മലയാളിക്ക് പരിചിതമല്ല മെനോപോസ് പോലും. അപ്പോഴാണ് നമ്മൾ പുതിയൊരു വാക്ക്, ഒന്നെങ്കിൽ പ്രീ മെനോപസ് അല്ലെ പെരി മെനോപസ്. മെനോപസിന് മുൻപ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഞാൻ US പഠിക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മൾ പലപ്പോഴും അവൈൽ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അവിടെ ഞാൻ കാലിഫോർണിയയിലായിരുന്ന സമയത്ത് പബ്ലിക് ട്രാൻസ്പോർട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ എവരി 30 minutes there is a ബസ്. ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നതെല്ലാം പ്രായമുള്ളതാണ്, ഒരു 45+, 50+. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിലെ ഏറ്റവും വലിയ പരസ്യം എന്താണെന്ന് അറിയാം? യു ക്യാൻ ഹാവ് സെക്സ് ഇൻ മെനോപസ്, കോൾ ഡോക്ടർ. ഞാൻ എല്ലാ ബസ് സ്റ്റോപ്പിലും ചെന്നപ്പം അവിടെ ഏറ്റവും ഡോമിനേറ്റഡ് ആയി നിൽക്കുന്ന പരസ്യങ്ങളൊന്ന്. അപ്പം ഞാൻ അന്ന് മുതലാണ് എന്താണ് ഈ മെനോപസ്, ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ, ഒരു ആണെന്നുള്ള രീതിയിൽ ഒരു മെനോപസ് എന്താണ്. അപ്പോൾ നമ്മൾ മലയാളത്തിന് ആർത്തവ വിരാമം, ഒരു പെൺകുട്ടി വയസ്സറിയിക്കുന്ന കാലം മുതൽ അവൾ ഒരു സ്ത്രീയായി നിന്നിട്ട് അവൾ ഒരു സ്ത്രീയിൽ നിന്ന് ഒരു പക്ഷേ ഒരു സ്ത്രീക്ക് അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു പീരീഡിനെയായിരിക്കും നമ്മൾ മെനോപസ്. ഞാനിത് കഴിഞ്ഞ് പല സ്ത്രീകളോടും മെനോപസ് എന്നുള്ളത്, അല്ലെങ്കിൽ പല പുരുഷന്മാരോടും മെനോപസ് എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ അവർക്ക് ആർക്കും അറിയില്ല. അറിയാവുന്നവർ ഒരുപാടുണ്ട്. പ്രീ മെനോപസ് എന്ന് പറയുന്നത് അതിനകത്ത് ഉള്ള ഒരു നിരീക്ഷണത്തിൽ എന്നെ അങ്ങേറ്റം അഭിനന്ദിക്കേണ്ടി, കാരണം ഇതാരും ചർച്ച ചെയ്ത് കേട്ടിട്ടില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പ്രീ മെനോപസ് അല്ലെങ്കിൽ മെനോപസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമുക്ക് മുൻപ് തലമുറയിൽ ഒരു പക്ഷേ ഇപ്പം ലെനയുടെ അമ്മ, എൻ്റെ അമ്മാവി, എൻ്റെ വല്യമ്മ, എൻ്റെ കുഞ്ഞമ്മ, ഇവരൊക്കെ കടന്നു പോയതായി അല്ലെങ്കിൽ അവരതിൽ സഫർ ചെയ്തതായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഉണ്ട്. ഓൾസോ ബിക്കോസ് നിങ്ങളൊരു പുരുഷനായതുകൊണ്ടും ആ കാലഘട്ടത്തിലെ സ്ത്രീകൾ ജനറലി അവരുടെ പ്രോബ്ലംസ് പുറത്ത് അറിയിക്കാതെ അത് സഫർ ചെയ്യാൻ, അല്ല അത് അങ്ങനെ അറിയിക്കാതിരിക്കാൻ പറ്റുമോ? നമുക്ക് ഇതുപോലെ ഒരു ഫിസിക്കൽ ഡിസോർഡർ വന്നാൽ, ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഇപ്പം മാം തന്നെ പറയുന്നു അല്ലെങ്കിൽ എന്നെ തന്നെ പറയുന്നു, നമുക്ക് ഉറക്കമില്ലായ്മ വരുന്നു. നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയാൽ എത്ര വെച്ച് പിടിച്ചു നിർത്താൻ പറ്റും? അവർ പിടിച്ചു നിർത്തിയില്ലേ? യു ഡിഡ് നോ റൈറ്റ്? അല്ല, ഞാനൊരു പക്ഷേ ഞാൻ ചെറിയ കുഞ്ഞായിരുന്നത് കൊണ്ടും അല്ലെങ്കിൽ എന്റെ ശ്രദ്ധ അങ്ങോട്ട് പോകും. പക്ഷേ എന്റെ കുടുംബ വ്യവസ്ഥയെ അത് ബാധിച്ചിട്ടില്ലായിരുന്നു, എന്റെ വീട്ടിലെ കുക്കിങ്ങിനെ അത് ബാധിച്ചിട്ടില്ലായിരുന്നു. ഞാൻ എന്റെ അറിവാണ് പറയുന്നത്, എന്റെ നിരീക്ഷണമാണ് പറയുന്നത്. ടിൽ ഏത് ഏജ് വരെയാണ് നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നത്? ഞാനൊരു ഡിഗ്രി കഴിയുന്നു, 20. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് പോയി. അത് കഴിഞ്ഞ് പിന്നെ തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയി, അമേരിക്ക പോയി. കാലഘട്ടങ്ങളിൽ വീട്ടിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് അച്ഛനോടും അമ്മയോടും സംസാരിച്ചു നോക്കും. അല്ല, എന്റെ അമ്മയ്ക്ക് 76 വയസ്സുണ്ട്. അതാ പറഞ്ഞേ. അപ്പൊ അന്ന് ആ കാലഘട്ടത്തിൽ വെൻ യു ലെഫ്റ്റ് ദ ഹൗസ് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് ഓപ്പൺ ആയിട്ട് നമ്മൾ ഒരു പക്ഷെ ചോദിച്ചാൽ അവർക്ക് പറയാനുള്ള കഥകൾ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ജനറലി എല്ലാവരും ചെയ്യുന്നത് അവരുടെ ദാമ്പത്യത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സ്ട്രെസ്സറും അവർ പുറമേക്ക് വിടാറില്ല. ബിക്കോസ് അതൊരു ആവശ്യമില്ല. ഒന്നാമത് ഇതാ പുറത്തേക്ക് വിട്ടിട്ട് എന്ത് കിട്ടാന്. സെക്കൻഡ് തിങ്, ഒരു കുടുംബ വ്യവസ്ഥയെ ബാധിക്കേണ്ടതല്ലേ ഞാൻ ചോദിക്കുന്നത്? സംശയം അല്ല, ബാധിക്കാത്തതിന്റെ കാരണം സംബഡി ഈസ് വർക്കിംഗ് ഡബ്ലി ഹാർഡ്. അത് അറിയിക്കാതെ ഇതെങ്ങനെയെങ്കിലും സഹിച്ചും കഷ്ടപ്പെട്ടും അത് ഓവർകം ചെയ്യാൻ നോക്കുന്നവരുണ്ട്. ചിലവര് ഇത്രയും കഷ്ടപ്പെടാതെ ഇതിലൂടെ കടന്നു പോകുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. യുവർ മദർ മൈറ്റ് ബി വൺ ഓഫ് ദം. എല്ലാവരെയും ബാധിക്കണമെന്നില്ല, എല്ലാവരും ഒരുപോലെ ബാധിക്കണമെന്നില്ല. പക്ഷെ ഇതിന്റെ എന്തെങ്കിലും ഡിഫറൻസസ് അറിയാതെ ഒരു സ്ത്രീയും ഇതിലൂടെ, എന്ന് വെച്ചാൽ ഞാൻ അറിയാതെ പ്രസവിച്ചു എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടാവില്ലല്ലോ. അയ്യോ ഞാൻ അറിഞ്ഞില്ല, പെട്ടെന്ന് നോക്കുമ്പോൾ അതൊരു കുഞ്ഞു സൈഡിൽ നിന്ന് ഒരു സ്ത്രീയും പറയില്ല. അതേപോലെ പെരിമെനോപോസ് ഓർ മെനോപോസിന്റെ ഇഷ്യൂസ് അറിയാതെ ഒരു സ്ത്രീയും കടന്നു പോയിട്ടുണ്ടാവില്ല. അവർ മറ്റുള്ളവരെ അറിയിക്കാതിരുന്നതാണോ, അവരുടെ സിംറ്റംസിന്റെ സിവിയറിറ്റി മറ്റുള്ളവരെ. ഇപ്പോൾ ജനറലി ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മുടെ ഡെയിലി ലൈഫിൽ എത്രയോ സ്ത്രീകളുടെ ഒപ്പം വർക്ക് ചെയ്യുന്നു. ഓഫീസ് സിറ്റുവേഷൻസിലും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ കൂടെ ഗേൾസ് ഉണ്ടെങ്കിൽ ഉണ്ടാവും,
കോളേജിൽ, വർക്ക് സ്പേസിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അറിയുന്നുണ്ടോ അവര് നേരിടുന്ന എല്ലാ മാസവും നേരിടുന്ന ക്രാംസ്, ഡെബിലിറ്റേറ്റിംഗ് ക്രാംസ്, അത്ര ലെവലിലുള്ള ക്രാംസ് പുരുഷന്മാരുടെ മേത്ത് മറ്റേ ഇലക്ട്രോഡ്സ് പിടിപ്പിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിന്റെ 100-1 പുരുഷൻ സഹിക്കില്ല, കുഴഞ്ഞു വീഴും. പീരിയഡ് സമയത്ത് പെയിൻ ആയിരിക്കും, പീരിയഡ് സമയത്ത് പെയിൻ, അതിന്റെ പ്രീമെൻസ്ട്രുവൽ പല സിംറ്റംസും, ഇതൊക്കെ സ്ത്രീകൾ ഓൺ എ ഡെയിലി ബേസിസ് അവരുടെ ലൈഫ് ലോങ് അവർ നേരിടുന്നുണ്ട്. ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ അവർ നേരിടുന്ന കാര്യങ്ങൾ, ആ കുട്ടി ജനിച്ച ഉടനെ 1 വർഷത്തേക്ക് അവർ നേരിടുന്ന സിറ്റുവേഷൻ, 1 വർഷമൊന്നും അല്ല, എനിക്കൊന്നൊരു കുഞ്ഞിന് 10 വയസ്സാവുന്ന ആയിരിക്കും. പക്ഷെ ആ 1 ഇയർ അറ്റ്ലീസ്റ്റ് അവരുടെ ഉറക്കമേ ഇല്ല, അവർക്ക് അവരുടെ ഒരു കാര്യത്തിനും ടൈമില്ല അല്ലെ. പക്ഷെ ഇത് എന്തെങ്കിലും മറ്റുള്ളവരെ അറിയിക്കുന്നുണ്ടോ? ഇവരെപ്പോഴും കുട്ടിയെ കാണിക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടെയാണ് കാണിക്കുന്നത്, അയ്യോ എന്റെ കൊച്ച്. അവര് നേരിടുന്ന ത്യാഗോ സഫറിങ്ങോ ആരെയും അറിയിക്കുന്നില്ല. അപ്പൊ അതേപോലെ അത് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഈ എന്തുകൊണ്ട് ഇപ്പൊ ഇത് ഇത്ര ചർച്ച ചെയ്യപ്പെടുന്നു എന്നല്ല ചോദ്യം. വൈ ഇസ് ദിസ് നൗ സച്ച് എ ബിഗ് ടോപ്പിക്? അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹാവ് യു നോട്ടീസ് സോഷ്യൽ മീഡിയയിൽ 40+ ആയിട്ടുള്ള സ്ത്രീകൾക്ക് എത്ര കാര്യങ്ങളുണ്ട്. ഹൗ ഷുഡ് 40+ വിമൻ പുട്ട് മേക്കപ്പ് ടെക്നിക്സ് ഫോർ 40+, എക്സസൈസ് ടെക്നിക്സ് ഫോർ 40+, ലൈഫ് സ്റ്റൈൽ ടെക്നിക്സ് ഫോർ 40+, എക്സസൈസ് ആൻഡ് ഡയറ്റ് മോഡ്യൂൾസ് ഫോർ 40+. ഇപ്പൊ അത് ട്രെൻഡിങ് ആണ്. ബിക്കോസ് ഈ ജനറേഷനിലെ 40-year-olds ലൈക്ക് മീ ആർ നോട്ട് ഗോയിങ് ടു സഫർ സൈലന്റ്ലി. ബിക്കോസ് അല്ല, ഞാൻ അത് പറഞ്ഞു തീർക്കട്ടെ, ബിക്കോസ് ഇത് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. വിമൻ ഓഫ് ദിസ് ജനറേഷൻ ആർ നോട്ട് വില്ലിംഗ് ടു സൈലന്റ്ലി സഫർ. ദേ വോണ്ട് ടു ഫൈൻഡ് സൊല്യൂഷൻസ് ആൻഡ് ദേ വോണ്ട് ടു മേക്ക് ഇറ്റ് പബ്ലിക്. അത് ഞങ്ങൾ ചെയ്യാൻ കാരണം ഞാൻ എൻ്റെ അമ്മ ഇതിലൂടെ വളരെയധികം സഫർ ചെയ്യുന്നത് കണ്ടിട്ടുള്ളതുകൊണ്ടാണ്. സോ ആ ബുക്കിന്റെ കവർ ഒന്ന് കാണിക്കാമോ? ഈ ബുക്ക്, അതിന്റെ ഫസ്റ്റ് ഡെഡിക്കേഷൻ നോക്കൂ. To my mother Tina. That is whom this book is dedicated to, because she suffered, because she did not know what was happening to her. She could not explain it to us. ഞങ്ങളോട് ഇത് എന്താ സംഭവിക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ അനുഭവിക്കുന്നത് വീട്ടിൽ പെട്ടെന്ന് ഒരു കെയോട്ടിക് അറ്റ്മോസ്ഫിയർ. ബിക്കോസ് ഒരു വീടിന് നടുന്തൂണാണ് അവിടുത്തെ ആ ലേഡി ഓഫ് ദ ഹോം. ഇഫ് ഷീ ഈസ് ഗോയിങ് ത്രൂ എ പ്രോബ്ലം, വി ഓൾ സഫേർഡ് ഇറ്റ് എ ലോട്ട് ബിക്കോസ് വി ആർ കൺഫ്യൂസ്ഡ്. എന്താ ഇപ്പൊ സംഭവിച്ചെന്ന് അറിയില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട് വീട്ടിൽ, എല്ലാം കെയോസ്. ആ ബേസിക് ബാലൻസ് തെറ്റി. അവിടെ നിന്നാണ് ആക്ച്വലി ഈ സബ്ജക്റ്റിൽ എന്റെ ഇൻട്രസ്റ്റും റിസർച്ചും തുടങ്ങുന്നത്.